ഒരു വ്യക്തിക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമുണ്ടോ? വേണ്ട, ഓപ്ഷണലാണ്. ഓപ്ഷനാണ്, ഉണ്ടെങ്കിലും ചെയ്യാം, അല്ലാതെ ചെയ്യാം. UPI ഒരു വിപ്ലവകരമായ മാറ്റമാണ് വരുത്തിയത്. GPay എന്ന് പറയുന്നത് ഒരു നോമൻക്ലേച്ചർ പോലെ, കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഴയതാണ്. ഇപ്പോൾ ജനറേറ്റീവ് ചെയ്യാം. ഡെറ്റ് സ്കീം എന്നുള്ളത് എന്ത് ഉദ്ദേശിക്കുന്നത് തന്നെ സാർ? ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഫിക്സഡ് ഇൻകം തരുന്ന സെക്യൂരിറ്റികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്കീം. ഷെയറിൽ നിക്ഷേപകർ ചെയ്യുമ്പോൾ എപ്പോഴും നോക്കേണ്ടത് നമ്മൾ ചെയ്യുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇന്നത്തെ കാര്യങ്ങളല്ല ചെയ്യുക. ഒരു കമ്പനിയുടെ ഭാവിയിലേക്കുള്ള നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് നോക്കിയിട്ടാണ്. ബാങ്ക് FDയിൽ ഇൻട്രസ്റ്റ് റിസ്ക് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിട്ട പൈസ നിങ്ങൾ അവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. പക്ഷേ ഒരു കടപ്പത്രം ഒരു സെക്യൂരിറ്റിയാണ്, അതൊരു കൈമാറ്റം ചെയ്യപ്പെടാവുന്ന സെക്യൂരിറ്റി. ഇപ്പോൾ അരുണിൻ്റെ കയ്യിരിക്കുന്നൊരു സെക്യൂരിറ്റി 3 മാസം കഴിയുമ്പോൾ അതിൻ്റെ മെച്യൂരിറ്റി 1 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും 3 മാസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് കൈമാറ്റം ചെയ്യാം. ഒരു വ്യക്തിക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമുണ്ടോ? വേണ്ട. ഡിമാറ്റ് ഓപ്ഷണലാണ്. ഓപ്ഷനാണ്, ഉണ്ടെങ്കിലും ചെയ്യാം, അല്ലാതെ ചെയ്യാം. കാരണം അതിൽ നേരത്തെ പറഞ്ഞ പോലെ പാനും വേണ്ട, മസ്റ്റല്ല. ആവശ്യമില്ല, പാൻ കാർഡും മസ്റ്റല്ല. 50,000 താഴെ നിക്ഷേപം നടത്തുകയാണെങ്കിൽ 1 വർഷം പാനും ആവശ്യമില്ല. ഓക്കെ. പക്ഷേ ഇപ്പോൾ പാൻ കാർഡ് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് എടുക്കാം. കാരണം ആധാറുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഏതൊരു ഡിജിറ്റൽ സേവാ സെൻ്ററുകളിലോ അക്ഷയ കേന്ദ്രത്തിലോ ചെന്ന് കഴിഞ്ഞാൽ 3 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് ഈ പാൻ കിട്ടും. അപ്പോൾ പാൻ ഈസ് ബേസിക്കലി പണ്ടെന്ന് വെച്ചാൽ പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ടാക്സ് കൊടുക്കുന്നവർ മാത്രം എടുത്താൽ മതി എന്നുള്ളത്. ഇപ്പോൾ ആർക്കും വേണമെങ്കിലും എടുക്കാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ നിക്ഷേപത്തിന് പരിധിയില്ല. മറ്റത് അല്ലാതെ ചെയ്യുകയാണെങ്കിൽ 50,000 മാത്രമേ പറ്റുള്ളൂ. അതായത് അല്ലാതെ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ പാൻ ഇല്ലാത്ത നിക്ഷേപർ, മൈക്രോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയും. ഓക്കെ. അത് 1 വർഷം ഒരാൾക്ക് 50,000 താഴെ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ KYC എന്ന് പറയുന്നൊരു പ്രോസസ്സാണ്. നോ യുവർ ക്ലയൻറ്റ്, നോ യുവർ കസ്റ്റമർ. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു സെൻട്രലൈസ്ഡ് KYC സിസ്റ്റം വന്നു. എല്ലാ ഫിനാൻഷ്യൽ നമ്മളൊരു ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണെങ്കിൽ നമ്മൾ KYC ചെയ്യേണ്ടി വരും. അതെ. അപ്പോൾ അതിൽ നമ്മുടെ ഐഡൻറ്റിറ്റി, അഡ്രസ് ആൻഡ് അതർ കളക്ഷൻ ഓഫ് ഡേറ്റ. ഇപ്പോൾ കഴിഞ്ഞ ജൂൺ മുതലാണ് നമുക്കിപ്പോൾ ഒരു നേരത്തെ നമ്മൾ വളരെ ലാക്സിറ്റിയോടെ, കാരണം മൊബൈൽ നമ്പർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എല്ലാവർക്കും. ഇപ്പോൾ കാരണം നമുക്കൊരു ഫാമിലിയിൽ എല്ലാവർക്കും ഒരാളുടെ മൊബൈൽ നമ്പർ കൊടുക്കാൻ പറ്റത്തില്ല ഇനി. ഓക്കെ. ഓരോ വ്യക്തികൾക്കും ഒരു മൊബൈൽ നമ്പർ ആയിരിക്കുക എന്നുള്ള ഇതിലേക്ക് വന്നിട്ടുണ്ട്. മൾട്ടിപ്പിൾ നമ്പേഴ്സ് ആണെങ്കിൽ അവരിപ്പോൾ മെസ്സേജസ് അയക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ പ്രാഥമികമായ നമ്മുടെയൊക്കെ മലയാളികൾക്കിടയിലുള്ള ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരിൻ്റെ എക്സ്പാൻഷൻ പാൻ പോലെ ആയിരിക്കണം എന്നുള്ളത് വന്നിട്ടുണ്ട്. പാനിൽ എന്താണോ പേര് അതുപോലെ ആയിരിക്കണം നമ്മുടെ ബാങ്കിലെ പേരും ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ പേരും എന്നുള്ളത്. അതിൻ്റെ ഷോർട്ട് ഫോമൊക്കെ ഉപയോഗിക്കാം. ബട്ട് ഈവൻ ദെൻ ബെറ്റർ എയ്തർ യു എഡിറ്റ് പാൻ ഓർ ബാങ്ക് ഡീറ്റെയിൽസ്. ഓക്കെ. കാരണം നമ്മൾ ഈ ഇനിഷ്യൽസ്, സെക്കൻഡ് നെയിം, ഫസ്റ്റ് നെയിം അങ്ങനെയൊന്നും നമുക്ക് മലയാളികൾക്കിടയിൽ അങ്ങനെ ഒരു ധാരണയില്ലല്ലോ. പലതുണ്ട്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഭയങ്കര പേരുകൾ വരും. അപ്പോൾ അത് ഈ എക്സ്പാൻഷൻസിലേക്ക് ബുദ്ധിമുട്ടുകൾ വരുത്തുന്നുണ്ട്. അങ്ങനെ ഒരു ഇപ്പോൾ ഇതൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിജിറ്റലൈസേഷൻ ഉള്ളതുകൊണ്ട്, കാരണം ഇതെല്ലാം ആധാറിനെ ബേസ് ചെയ്തിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ മാറ്റം വരുത്തുകയാണെങ്കിൽ മറ്റേതിൽ ഇതിൻ്റെ മാറ്റം വരുത്തണം. ഇപ്പം ബാങ്കിങ് ട്രാൻസാക്ഷൻ, എസ്പെഷ്യലി UPI ഒരു വിപ്ലവകരമായ മാറ്റമാണ് വരുത്തിയത്. UPI എന്താണെന്നോ ഏതാണെന്നോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും അറിഞ്ഞൂടാത്ത ആൾക്കാർ, കാരണം GPay എന്ന് പറയുന്നത് ഒരു നോമൻക്ലേച്ചർ പോലെ. അതെ, നിങ്ങൾ ഉപയോഗിക്കുന്നത് പല ആപ്പുകളായിരിക്കും, പക്ഷേ കയ്യിൽ കാശൊന്നും ഇപ്പോൾ കരുതുന്നില്ല, ചില്ലറ കിട്ടാനിപ്പോൾ ഇല്ലല്ലോ. അതെ. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ നേരത്തെ പറഞ്ഞിട്ട് വളരെ ജനകീയമായി. ഇപ്പോൾ ഒരു സാധാരണ കച്ചവടക്കാരനും അതെ മുതൽ ഇപ്പോൾ കഴിഞ്ഞ ട്രെയിനിൽ വന്ന സമയത്ത് അവിടെയായിരുന്നു ഞാൻ ഇതിനു മുമ്പ് നേരത്തെ ഇതിൻ്റെ കാണാതിരുന്നത്. ഇപ്പോൾ വെള്ളം വിൽക്കുന്നയാളും ഫോണിൽ കൊണ്ടുവരുന്നുണ്ട്, കാരണം 5 രൂപ ചില്ലറ കൊടുക്കാനില്ല. സോ പേ ടു ഹിസ് അക്കൗണ്ട്. അപ്പോൾ ആ ഒരു വാലറ്റൈസേഷൻ, ആ കൺസെപ്റ്റ് വന്നപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഈ ആധാർ, മൊബൈൽ. ഇപ്പോൾ നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. KYC ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഡിജി ലോക്കർ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഡോക്യുമെൻറ്റ്സ് അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഡിജിറ്റലൈസേഷൻ വിപ്ലവകരമായ മാറ്റം വരുത്തിയപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഫോൺ നമ്പർ വളരെ ഇമ്പോർട്ടൻ്റായി. ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ഒരു ഐഡൻറ്റിറ്റി നമ്പറായിട്ട് അത് മാറിയിട്ടുണ്ട്.
അപ്പോൾ അത് മാറ്റുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ വലിയൊരു ചടങ്ങാണല്ലോ സിം മാറ്റിയെടുക്കുക എന്ന് പറയുന്നത്. ഒരു ദിവസത്തേക്ക് നിങ്ങൾക്ക് SMS ഒന്നും വരത്തില്ല, നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ പിന്നെ ഐറിസ് സ്കാനൊക്കെ ചെയ്തിട്ടൊക്കെയാണ് അത് ചെയ്യുന്നത് ഇപ്പോൾ പുതിയ സിം ഇഷ്യൂ. അപ്പോൾ ഇതിൻ്റെ മാറ്റം വരുത്തിയ ഘടകങ്ങൾ നമുക്ക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. അതായത് ഓൺ ടൈം മാൻഡേറ്റ് OTM എന്നുള്ള കൺസെപ്റ്റ് വന്നപ്പോൾ നാച്ച് പോലെയുള്ള ഇത് വന്നപ്പോൾ നമുക്ക് SIPs ചെയ്യാനോ അല്ലെങ്കിൽ ആസ് ആൻഡ് വെൻ പ്രസൻറ്റഡ് നമുക്കിപ്പോൾ ഒരു ചെക്ക് എഴുതി കൊടുക്കണ്ട. ഒരു ട്രാൻസാക്ഷൻ നമ്മളിപ്പോൾ ലാസ്റ്റ് ചെക്ക് എഴുതി എന്നായിരുന്നു എന്നുള്ളത് പലരും ഇപ്പോൾ മറന്നുപോയി. ഉള്ളി നമ്മുടെ ബാങ്ക് പ്രൂഫായിട്ട് കൊടുക്കാൻ വേണ്ടി ക്യാൻസൽ ചെക്കിൻ്റെ ഇമേജ് എവിടെയെങ്കിലും നമ്മൾ ഇട്ടിട്ടുണ്ടാവും. ആ രീതിയിലേക്ക് ചെക്ക് ട്രാൻസാക്ഷൻസ് കുറഞ്ഞു. അതെ. അപ്പോൾ ഇതൊക്കെ ആ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിൽ വരുത്തിയ മാറ്റമാണ്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് പലത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഓ അത് ശരി. ഈവൻ അമേരിക്കയിൽ പോലും നിങ്ങൾക്ക് ഇത്ര ഫാസ്റ്റായിട്ട് ഫണ്ട് മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ നമുക്കൊരു ക്ലിക്ക് ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഫണ്ട് പോകും അല്ലേ? അതെ. ഇത് ഇത്രയും ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. ഓ അത് ശരി. അവിടെ ആളിനെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യം അത്യാവശ്യം മുന്നിലാണല്ലേ? അത്യാവശ്യമല്ല, നമ്മൾ വളരെ മുന്നിൽ. കാരണം ഇത് ഞാനും മനസ്സിലാക്കിയത് നമ്മുടെ ഒരു കോൺഫറൻസുകളിൽ വരുന്ന വിദേശികൾ ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞ് അത്ഭുതപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഗവൺമെൻറ് വളരെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണല്ലോ. കാരണം ഇതിൻ്റെ പിന്നിൽ കോസ്റ്റ് ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ ഇത്രയും വലിയ സെർവേഴ്സും കാര്യങ്ങളും വെച്ചിട്ട് സീംലെസ് ആയിട്ട് സർവീസ് കൊടുക്കുക എന്ന് പറയുന്നത് കളിച്ച കാര്യമല്ല. ബട്ട് ദേ ആർ ഡൂയിങ് ഇറ്റ് ഔട്ട് ബിക്കോസ് ബേസിക്കലി നമ്മളിപ്പോൾ കാണാത്ത ഇൻഫ്രാസ്ട്രക്ചർ പോലെയുള്ള ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഈസ് വെരി റോബസ്റ്റ് ഇൻ ഇന്ത്യ. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ് ഇപ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ നടത്തുന്നതിലുപരി ആൾക്കാർ കൂടുതലും ബ്രോക്കിംഗ് അക്കൗണ്ടുകളാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്യപ്പെടുന്നത്. ഞാൻ അതാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഒരു വ്യക്തിക്ക് ശരിയാണ്, ഓഹരി വിപണിയെക്കുറിച്ച് അധികം അറിവില്ലാത്ത ആളുകൾക്ക് ഒരു പക്ഷേ മ്യൂച്വൽ ഫണ്ട് ഓക്കെയാണ്. ഇപ്പോൾ ചെറിയൊരു ഐഡിയ ഉണ്ട് ഓഹരി വിപണിയെ കുറിച്ച്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി ഓഹരിയിൽ നേരിട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നല്ലത്, അതോ നേരെ ഓഹരിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെയാണോ നല്ലത്? കാര്യത്രേ ഉള്ളൂ. നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഒരു 2 വീലർ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രത്യേകിച്ചും ചെറുപ്പക്കാർ ഏറ്റവും CC കൂടിയത് ഏറ്റവും പവർ കൂടിയ വണ്ടികൾ ഓടിക്കാനാണ് താല്പര്യപ്പെടുക. അതുകൊണ്ടാണ് ഒരു ത്രില്ല് കിട്ടും, ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. ബിക്കോസ് യു ആർ ബീൻ റൈഡിങ് ത്രൂ. അതൊരു ഫീലിംഗാണ് അല്ലേ? മ്യൂച്വൽ ഫണ്ട് പക്ഷേ നേരെ ഓപ്പോസിറ്റാണ്. നിങ്ങളൊരു യൂബർ കാറിൽ യാത്ര ചെയ്യുന്ന പോലെ ഇരിക്കും. കാരണം എക്സൈറ്റ്മെൻ്റ് ഇല്ല. പക്ഷേ നിങ്ങളുടെ പർപ്പസ് സെർവ് ചെയ്യും. നിങ്ങൾ എത്തേണ്ട ഡെസ്റ്റിനേഷനിൽ അപകടം കൂടാതെ എത്തും. ഓക്കെ. മറ്റതിൽ പറയാൻ പറ്റില്ല. അവിടെയാണ് ഈ പ്രോബ്ലം. കാരണം നമ്മൾ അല്പജ്ഞാനമായിട്ടാണ് പലരും അതിലേക്ക് വരുന്നത്. പിന്നെ ധാരാളം ടിപ്സ് വരും. പിന്നെ എല്ലാവരും ഇന്ന സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പറയും, എപ്പോൾ വിൽക്കണമെന്ന് പറയില്ല. അപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ചെറിയ നിക്ഷേപം നിങ്ങൾ ചെയ്ത് തുടങ്ങിക്കോളൂ. ഷെയർസും ചെയ്യുന്നത് നല്ലതാണ്, അറിയാവുന്ന കമ്പനികൾ നല്ല രീതിയിലുള്ള. അല്ലാതെ എല്ലാ കമ്പനികളിലും മൾട്ടി ബാഗർ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് നെഗറ്റീവ് ആയിരിക്കും. കാരണം നമ്മൾ പിന്നിൽ ധാരാളം എപ്പിസോഡുകളുണ്ട്. ഒരു സിമ്പിൾ കാര്യം പറയാം. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ IPO ഒരു കാലത്ത് റൺ ചെയ്തിരുന്ന, അന്ന് ആൾക്കാർ ക്യൂ നിന്ന് വാങ്ങിയിരുന്നു. കാരണം അന്ന് ഫിസിക്കൽ ഫോംസ് സൈൻ ചെയ്ത് കൊടുക്കാമായിരുന്നു. പിന്നെയാണല്ലോ യാസ്ബയും ഡിജിറ്റൽ റിലയൻസ് പവർ എന്നുള്ള കമ്പനിയുടെ. ഓക്കെ. ആ കമ്പനിയുടെ ഗതി എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. അതെ. അതേ സമയത്ത് അധികം പേര് കേൾക്കാത്ത എന്നാൽ വളരെ പോപ്പുലർ അല്ലാത്ത ഒരു ബ്രാൻഡ് സമകാലീനമായി തന്നെ IPOയിൽ വന്നൊരു കമ്പനിയായിരുന്നു, പേജ് ഇൻഡസ്ട്രീസ്. ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബ്ലൂ ഐഡ് ബോയാണ് പേജ് ഇൻഡസ്ട്രീസ്. only they have one product, undergarments, jockey. അത് 10,000 കടന്ന് സ്റ്റോക്ക് കയറി പോയി. അതെ. മറ്റത് 10 രൂപയ്ക്ക് താഴേക്ക് പോകും. സോ അതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ റിയാലിറ്റി. ഇപ്പോൾ നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്തിട്ട് അല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല എത്ര വർഷം കഴിഞ്ഞാൽ. ഇപ്പോൾ ഡയറക്റ്റ് ഓഹരിയിൽ നമ്മൾ നിക്ഷേപിക്കും, നമുക്ക് പറയാൻ കഴിയില്ല അല്ലേ എവിടെ എത്തിപ്പെടുമെന്ന്. കാരണം ഇന്ന് ഈ ഡിജിറ്റൽ ഇറയുടെ വേറൊരു
പ്രത്യേകത. നമ്മളെല്ലാവരും ഇന്ന് ഇന്നോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് അല്ലേ. മാറ്റങ്ങൾ അനിവാര്യമാണ്, അത് യാഥാർത്ഥ്യമാണ്. നമ്മളതിനെ ഉൾക്കൊണ്ടേ അതിനനുസരിച്ച് മാറ്റങ്ങൾക്ക് നമ്മളും തയ്യാറാവണം. ഇല്ലെങ്കിൽ ആശാൻ പണ്ട് ചൊല്ലിയതുപോലെ മാറ്റം നമുക്കും ഉണ്ടാവും, മാറ്റപ്പെടും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി കമ്പനികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നോവേഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. കാലത്തിനൊത്ത് മാറിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം കാലത്തിനൊത്ത് മാറാത്ത നോക്കിയ, കൊഡാക്ക്, ഇങ്ങനെയുള്ള ധാരാളം ഇവൻ ബ്ലാക്ക്ബെറി ഒരു കാലത്ത് ഫോണുകളുടെ ഏറ്റവും ബിസിനസ് ഫോൺസിൻ്റെ മുൻപിൽ നിന്നതാണ്. ഇപ്പോൾ നാളെ ഏതാണ് വരുന്നതെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഓരോ കമ്പനികളും ഈ മാറ്റത്തിലേക്ക് എത്താൻ ഡിജിറ്റലൈസേഷൻ അവരുടെ ഡിജിറ്റൽ ഫുട് പ്രിൻറ്റും എല്ലായിടത്തും വരേണ്ട ഒരു റിക്വയർമെൻറ്റ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മാറ്റങ്ങൾ. യെസ്, കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഴയതാണ്. ഇപ്പം ജനറേറ്റീവ് AI ആണ്. അതെ, കാരണം AI അതിനെ മൾട്ടിപ്പിൾ ഫോൾഡിലേക്ക് ജനറേറ്റ് ചെയ്യുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ മാറ്റുന്ന സാഹചര്യങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ബിസിനസ് മേഖലയിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ്. ഇപ്പോൾ പലരും വ്യവസ്ഥാപിതമായ മാർഗ്ഗങ്ങളിൽ നിന്ന് മാറ്റി ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കിപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്ന പല ഫീച്ചേഴ്സും ലൈക്ക് പലതും നേരത്തെ ഉണ്ടായിരുന്നുള്ളതല്ല, ലൈക്ക് സ്വിഗ്ഗി, സൊമാറ്റോ പോലെയുള്ളതൊക്കെ വളരെ സിമ്പിളായിട്ട് ട്വീക്കിംഗ് ഓഫ് സർവീസാണ്. പക്ഷേ അവർ ഈ ഡിജിറ്റൽ ഫുട് പ്രിൻ്റാണ് യൂസ് ചെയ്തത് നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇതുപോലെ പലതും ചിലപ്പോൾ വരാം, ഇല്ലാതാകാം, മാറിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ബിസിനസ്സുകളുടെ ഗസ്റ്റേഷൻ പീരീഡ് കുറവാണ്. അതായത് പണ്ടതുപോലെ 20 കൊല്ലം അല്ലെങ്കിൽ 50 കൊല്ലം 70 കൊല്ലം ലെഗസി സിൻസ് 1880 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കമ്പനികളും ചിലപ്പോൾ നമുക്കിനി കാണാനുണ്ടാവില്ല. നമ്മൾ ഷെയറിൽ നിക്ഷേപകർ ചെയ്യുമ്പോൾ എപ്പോഴും നോക്കേണ്ടത് നമ്മൾ ചെയ്യുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇന്നത്തെ കാര്യങ്ങളല്ല ചെയ്യേണ്ടത്. ഒരു കമ്പനിയുടെ ഭാവിയിലേക്കുള്ള നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ നോക്കേണ്ടത് ആ കമ്പനി ഒരു ഗ്രോയിങ് ഇൻഡസ്ട്രിയിലാണോ, ആ ഇൻഡസ്ട്രിയിലെ പിന്നെ മുൻപന്തിയിൽ നിൽക്കാൻ ഉള്ള നടപടികൾ സ്വീകരിക്കാൻ ആ മാനേജ്മെൻറ്റിന് കപ്പാസിറ്റി ഉണ്ടോ, അവരത് റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, ഓക്കെ, ഒപ്പം അവരുടെ ഫിനാൻഷ്യൽസ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ. അതാണ് ഞാൻ പറഞ്ഞൊരു എക്സ്പെർട്ടൈസ് ഉണ്ടായിരിക്കണം നമുക്കിത് മനസ്സിലാക്കി ചെയ്യാനായിട്ട്. ഇതിനെപ്പറ്റി പറഞ്ഞു തരാൻ ധാരാളം ആൾക്കാരുണ്ടാവും, പറയുന്നുണ്ടാവും. പക്ഷേ അവർ തരുന്നത് ഇന്നത്തെ സ്റ്റോറിയാണ്. ഇത് നമ്മൾ റിവ്യൂ ചെയ്യണം. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ എക്സ്പെർട്ടൈസ് വേണ്ടത് വിൽക്കുന്നതിലാണ്. ചിലത് നമ്മൾ കൈവഴിയണം. കാരണം ഇപ്പോൾ ഒറ്റ മ്യൂച്വൽ ഫണ്ടുകളിലും റിലയൻസ് പവറിൻ്റെ പോർട്ട്ഫോളിയോ ഉണ്ടാവില്ല. പക്ഷേ ഒരു ഫണ്ട് മാനേജറിന് അത് അറിയാം, അവരൊഴിവാക്കി. പക്ഷെ അതേസമയം എത്രയോ സാധാരണക്കാരുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഇപ്പോഴും റിലയൻസ് പവർ ഉണ്ട്. അപ്പോൾ അത് ഒരു റിയാലിറ്റിയാണ്. സെക്കൻഡ്, ഇതുപോലെ ഈ ഹയർ റിട്ടേൺ തരാനുള്ള പോസിബിലിറ്റീസ് നമ്മളൊരു ഗാംബ്ലിങ് ആറ്റിറ്റ്യൂഡിൽ മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോഴാണ്. കാരണം ഈ ബാങ്ക് നിക്ഷേപം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇത്രേ കിട്ടുള്ളൂ, നമ്മളതിൽ തൃപ്തിപ്പെട്ടു, ഒരു FD ഇത്ര കിട്ടുമെന്ന് അറിയാം. ആ ഒരു എക്സ്പെക്റ്റേഷനിലല്ല ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത്. ഇവിടെ 20% റിട്ടേൺ എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ എന്ന് ചോദിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. പക്ഷേ 20% കോമ്പൗണ്ടിങ് എഫക്റ്റ് ഹ്യൂജ്. മിനിമം 12% തന്നെ തന്നാൽ മതി. അപ്പോൾ അവിടെ 2-3 കാര്യങ്ങൾ നമുക്ക് വേണം. നമ്മൾ ഈ പലപ്പോഴും നമുക്ക് റിയാലിറ്റിയിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. അതായത് ഫിറ്റ്നസ് തന്നെ. നമുക്കൊരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് 6 പാക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതിന് ഡെഡിക്കേഷൻ വേണം, അതിൻ്റെ കൂടെ നിൽക്കണം, കാര്യങ്ങൾ ചെയ്യണം. ഒരു ചെടി വളർന്നു വരുന്നത് ഒരു സുപ്രഭാതത്തിൽ ഇപ്പോൾ ടെക്നിക്കുണ്ട്, പിഴുതുകൊണ്ട് വയ്ക്കാൻ പറ്റുന്ന ടൈപ്പ്. പക്ഷേ നമ്മുടെ ഒരു സാധാരണ ചെടി വളർന്ന് വരണമെങ്കിൽ അതിന് അതിൻ്റേതായ ടൈം കൊടുക്കണ്ടേ. അത് കൂടെ ചെന്ന് വളർന്നു നോക്കിയാൽ തീർന്നു. അതാണ് നമുക്ക് സാധാരണ ഒരു റീറ്റെയിൽ നിക്ഷേപത്തിൽ. അപ്പം വേണ്ടത് ക്ഷമയാണ്. ഇപ്പോൾ ഓഹരി നിക്ഷേപമാണെങ്കിൽ നന്നായി പഠിച്ചറിഞ്ഞ് ചെയ്യാൻ പാടും, എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ മ്യൂച്വൽ ഫണ്ടിലൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യം. ഈ മ്യൂച്വൽ ഫണ്ടിലൂടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വേറെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഇല്ലേ? ഇപ്പോൾ എക്വിറ്റി ഫണ്ടുകളും
പൊതുവെ എല്ലാവർക്കും അറിയാം ഇക്വിറ്റി ഫണ്ടുകളും ഡെറ്റ് സ്കീമുകൾ, ഡെറ്റ് ഫണ്ടുകൾ, അതുപോലെ സൊല്യൂഷൻ ഈ ഓറിയൻറ്റഡ്. ഡെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും മലയാളികൾക്ക് മനസ്സിലാവാതെ പോകുന്നതെന്ന് വെച്ചാൽ കടപ്പത്രം എന്ന് വിചാരിച്ചത്. അതെ അതെ, കടപ്പ ഫിക്സഡ് ഇൻകം. പക്ഷെ നമ്മൾ അതിന് തത്തുല്യമായൊരു വേർഡ് മലയാളത്തിലില്ല. നമ്മൾ ഡെറ്റ് എന്ന് പറയും. അപ്പോൾ ഡെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന കടമാണ് അതല്ലേ, അങ്ങോട്ട് കൊടുക്കുന്നില്ല. കാരണം ഈ ഡെബിറ്റും ക്രെഡിറ്റും പഠിച്ചിട്ടാണല്ലോ പലരും വരുന്നത് കൊമേഴ്സ്യൽ സൈഡിൽ. അപ്പോൾ അതുകൊണ്ട് അതിന് നമുക്കൊരു ഡെറ്റ് സ്കീം എന്നുള്ളത് എന്താ ഉദ്ദേശിക്കുന്നത്? ഡെറ്റ് സ്കീം എന്ന് വെച്ചാൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഫിക്സഡ് ഇൻകം തരുന്ന സെക്യൂരിറ്റികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്കീം. ഓക്കെ, ഇത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഗവൺമെൻറ് സെക്യൂരിറ്റികളാവാം, ബോണ്ടുകളാവാം, പിന്നെ നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് ആവാം, ഓക്കെ, ഈവൻ ട്രഷറി ബോണ്ടുകളാവാം, ട്രഷറി പേപ്പേഴ്സ് വിച്ച് ഇസ് എ വെരി ഷോർട്ട് ടേം പേപ്പേഴ്സ്. അപ്പോൾ ഇതിന് ഒരു ഫിക്സഡ് റിട്ടേൺ ഉണ്ട്. നേരത്തെ ബാങ്ക് FD പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇത്രേ കിട്ടും. ഓക്കെ, അങ്ങനെയുള്ളവർ മാത്രം അതിലേക്ക് വന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും റിസ്ക് ഉണ്ട്. ഉണ്ടോ? ഓക്കെ, റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ FD-യിലുള്ള അതേ റിസ്ക് തന്നെ അല്ല, അതിൽ കൂടുതൽ റിസ്ക് ഉണ്ട്. അതെയോ? ഓക്കെ ഓക്കെ. FD-യിൽ നിങ്ങൾക്കൊരു ഗ്യാരണ്ടീഡ് റിട്ടേൺ തരുന്നത് ബാങ്കാണ്. ഓക്കെ, ബാങ്കിന് RBI ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഇതങ്ങനെയല്ല. നിങ്ങളൊരു എൻറ്റിറ്റിക്ക് പൈസ കൊടുക്കുക, ആ കമ്പനിയുടെ ബിസിനസ് സാധ്യതകളെ അല്ലെങ്കിൽ അവരുടെ സ്റ്റെബിലിറ്റിയുടെയാണ് നിങ്ങളുടെ റിസ്ക് കവർ ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനി ലൈക്ക് റിലയൻസ്, നമുക്കറിയാം അവർ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അവരുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എൻ്റർപ്രൈസായിട്ട് ഇപ്പം റൺ ചെയ്യുന്നതാണ്. റിഫൈനറിയാണ് അവരുടെ മേജർ ക്യാഷ് കൗ എന്ന് പറയുന്നത്. പൈസ തന്നുകൊണ്ടിരിക്കുന്ന സാധനം, അതിനെ അവർ ഊറ്റിയെടുക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഗ്രോത്ത് വലുതായിട്ടില്ല. അപ്പോൾ ഈ കിട്ടുന്ന ക്യാഷിനെ ഇവർ പല ഗ്രോയിങ് മേഖലകളിലേക്ക് നിക്ഷേപിക്കുന്നു. ലൈക്ക് റീറ്റെയിൽ. ഓക്കെ, റിലയൻസ് റീറ്റെയിൽ എന്ന് പറയുന്ന സെഗ്മെൻറ്റ് അവർ ഫാഷനിലുണ്ട്, കൺസ്യൂമർ ഗുഡ്സിലുണ്ട്, മറ്റേ ഗ്രോസറീസിലുണ്ട്. അപ്പോൾ അതിൽ നല്ല മാർജിനുണ്ട്. ഒപ്പം റിലയൻസ് ജിയോ ഈസ് എ ഡിജിറ്റൽ കമ്പനി. ഒരു മൊബൈൽ കമ്പനി എന്നുള്ള രീതിയിൽ നിന്ന് അവർ വരുത്തി ചെയ്തതാണ് ഒരു ഡിജിറ്റൽ കമ്പനിയായിട്ട് മാറി. ബാക്കി എല്ലാവരും മൊബൈൽ ഓപ്പറേറ്റേഴ്സ് എന്നുള്ള ആ ഒരു സെഗ്മെൻറ്റിൽ നിന്നപ്പോൾ ഇവരിതിലൂടെ വാല്യൂ ആഡഡ് സർവീസുകൾ ചെയ്തു തുടങ്ങി. ഹോട്ട്സ്റ്റാറിനെ തന്നെ വാങ്ങിച്ച് ഇപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് കമ്പനിയായിട്ട് സൈഡിൽ കൂടെ വരുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് വൈ ദ ഗ്രോത്ത് ഈസ് കമ്മിങ് ത്രൂ. പിന്നെ അവർ സ്പോർട്സ് സെഗ്മെൻറ്റിലുണ്ട്, മറ്റുള്ളതിലുണ്ട്, അപ്പോൾ പലയിടത്തിലേക്കും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ നിക്ഷേപിക്കുന്ന ഒരു കമ്പനി, അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് വർത്തനസ് ആണ് അതിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളുണ്ട്. ഏറ്റവും സ്റ്റേബിളായിട്ടുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് കൊടുക്കുന്ന റേറ്റിംഗിന് AAA എന്ന് പറയും. 3A. അതിൻ്റെ താഴെ വരുന്ന AA, പിന്നെ A, AA+ ഉണ്ട്, A വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള A-, അങ്ങനെ റേറ്റിങ്ങിൽ പോകും. അപ്പോൾ BBB- താഴോട്ടൊക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ജങ്ക് എന്ന് പറയാം. കാരണം കമ്പനി ഓക്കെയാണ്, പക്ഷേ അതിൻ്റെ താഴോട്ട് മൈനസ് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലീസ് ബി അവെയർ എന്നുള്ളതാണ് ക്രെഡിറ്റ് റേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പലരും മറ്റെല്ലാം നമ്മൾ സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത് എന്ന്, അല്ലെങ്കിൽ കൺസംഷൻ ഓഫ് ആൽക്കഹോൾ ഈസ് സൈഡിലിങ്ങനെ എഴുതി കാണിക്കും എന്നുള്ളതല്ലാതെ ക്രെഡിറ്റ് റേറ്റിംഗ് പ്രൊജക്റ്റ് ചെയ്യപ്പെടത്തില്ല. ഇപ്പോൾ ഒരു കമ്പനിയിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ ക്യാപിറ്റൽ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എടുക്കുന്നത്. ബാങ്കുകൾക്ക്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RBI പൊട്ടാൻ അനുവദിക്കാത്തതിനാൽ ഇന്ത്യൻ ബാങ്കുകൾ സേഫാണ് എന്ന് പറയാം. കാരണം അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ കാരണം ഈ നമ്മൾ കടപ്പത്രത്തിലൂടെ കൊടുക്കുന്ന പൈസ, അപ്പോൾ ഫസ്റ്റ് ക്രെഡിറ്റ് റിസ്ക്കാണ്. നിങ്ങൾക്ക് പൈസ തിരിച്ച് കിട്ടുമോ? ഇന്ത്യയിൽ ചില എപ്പിസോഡുകൾ ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് DHFL കേട്ടിട്ടില്ലേ? ഉണ്ട്, DHFL, യെസ് ബാങ്ക്. അതെ അതെ. അപ്പോൾ ഇതൊക്കെ ഹയസ്റ്റ് ക്രെഡിറ്റ് റേറ്റഡ് കമ്പനികളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നമുക്കൊരു നോക്കുകയാണെങ്കിൽ അതിൽ ഫണ്ട് മാനേജേഴ്സും ചിലർക്കൊക്കെ പ്രശ്നം പറ്റിയിട്ടുണ്ട്. പക്ഷേ അവർ അത് തിരിച്ച് വാങ്ങിക്കൊടുക്കേണ്ട ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതപ്പോൾ ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി റിസ്ക് ഫ്രീ. ക്രെഡിറ്റ് റിസ്ക് ഉണ്ട്. രണ്ടാമത്തെ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ബാങ്ക് FDയിൽ ഇൻട്രസ്റ്റ് റിസ്ക് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇട്ട പൈസ നിങ്ങൾ അവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. ഓക്കെ. ബാങ്ക് FDക്ക് എന്താ സംഭവിക്കുക? നിങ്ങൾ ഇട്ട പൈസ നിങ്ങൾക്ക് തിരിച്ചെടുക്കണമെങ്കിൽ അതേ ബാങ്കിൽ തന്നെ പോണ്ടേ. പക്ഷേ ഒരു കടപ്പത്രം ഒരു സെക്യൂരിറ്റിയാണ്. അതൊരു കൈമാറ്റം ചെയ്യപ്പെടാവുന്ന സെക്യൂരിറ്റിയാണ്.
അപ്പോൾ ഇപ്പോൾ അരുണിൻ്റെ കയ്യിരിക്കുന്നൊരു സെക്യൂരിറ്റി 3 മാസം കഴിയുമ്പോൾ അതിൻ്റെ മെച്യൂരിറ്റി 1 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും 3 മാസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് കൈമാറ്റം ചെയ്യാം. ഞാനൊരു വില തന്ന് താങ്കളുടെ അത് വാങ്ങിക്കുന്നു. ഇത് ഇഷ്യൂർ അറിയണ്ട. ഇഷ്യൂർ എന്ന് വെച്ചാൽ ഒരു ബാങ്ക് ആയിരിക്കാം, പക്ഷെ അവർക്ക് മെച്യൂരിറ്റിയിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ, കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ക്രെഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയിൽ വരുന്ന ജനറൽ മാർക്കറ്റിലെ ഇൻട്രസ്റ്റിൻ്റെ ചേഞ്ചസ്. അതായത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ കേസ് പറയും, താങ്കൾ 1 വർഷത്തേക്ക് 12% റിട്ടേൺ ഉള്ള ഒരു സെക്യൂരിറ്റിയിൽ നിക്ഷേപിച്ചു എന്ന് വെച്ചോളൂ. 100 രൂപയാണ് ഇട്ടത്. അപ്പോൾ ഓരോ മാസവും 1 രൂപ വെച്ച് കൂടിക്കൊണ്ടിരിക്കുമല്ലോ. അതായത് എൻഡ് ഓഫ് ദ പീരീഡ് 112 രൂപ കിട്ടും. പക്ഷേ ടെക്നിക്കലി സ്പീക്കിംഗ് നിങ്ങളുടെ കയ്യിൽ ഓരോ രൂപ മന്ത്ലി കയറുന്നു. അതിനെ അക്രൂഡ് വാല്യൂ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ 3 മാസം കഴിയുമ്പം 103 രൂപയാവുമല്ലോ ഇതിൻ്റെ, ഓരോ മാസം കൂടി. അല്ലെങ്കിൽ 4-ാമത്തെ മാസം വെച്ചാൽ 104 രൂപയാണെന്ന് വെച്ചോളൂ. ഇൻട്രസ്റ്റ് റേറ്റ് 12% നിന്ന് 10%. ജനറൽ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു. അപ്പോൾ പുതിയതായിട്ട് നിക്ഷേപിക്കാൻ വരുന്ന ഒരാളിനെ സംബന്ധിച്ച് ഇനി 10% നിക്ഷേപിക്കാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ കയ്യിൽ 12% സാധനം കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ കൈമാറ്റം ചെയ്യാം. കാരണം മറ്റേ ആൾ വാങ്ങാൻ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒരു പ്രീമിയത്തിൽ കൊടുക്കാം. ഇപ്പം 3 മാസം കഴിഞ്ഞ് 103 രൂപയുള്ളതിന് 104 രൂപയ്ക്ക് കൊടുത്തെന്ന് വെച്ചു. 1 രൂപ പ്രീമിയം കിട്ടി. അപ്പോൾ 3 മാസം കൊണ്ട് 4 രൂപ ഔട്ട് ഓഫ് 100 കിട്ടുകയാണെങ്കിൽ ഏകദേശം 16% റിട്ടേൺ വരും. ഓക്കെ, 4 × 4 16%. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 12% ഉള്ളതിൽ നിങ്ങൾ 16% വിറ്റ് പ്രോഫിറ്റ് എടുത്തു. വാങ്ങിയ ആൾക്കും 10% കൂടുതൽ കിട്ടും, ഒരു 10.3 10.4. കാരണം 104 രൂപയിൽ നിന്ന് 112 രൂപയിലേക്ക് 8 രൂപ അടുത്ത 9 മാസം കൊണ്ട് കിട്ടും. സോ ഈസ് ഓൾസോ ഏണിങ് ബെറ്റർ ദാൻ ദാറ്റ് ഓഫ് 10%. ഇതിൻ്റെ ഫ്ലിപ്പ് സൈഡുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് പിന്നെയും കയറി പോവാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പൈസ കുറയും, വാങ്ങാൻ ആൾ കാണില്ല. നമ്മൾ അപ്പോൾ ഡിസ്കൗണ്ടിൽ കൊടുക്കേണ്ടി വരും. അതാണ് നമ്മളിപ്പോൾ കറൻ്റ്ലി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് കടപ്പത്രങ്ങളിലെ നിക്ഷേപം, ഡെറ്റ് ഫണ്ടിലെ നിക്ഷേപം ഫിക്സഡ് ഇൻകത്തിലാണെങ്കിൽ പോലും അത് റിസ്ക് ഫ്രീ അല്ല. ഓക്കെ, അവിടെ റിസ്ക് എലമെൻ്റ് ഉണ്ട്. അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഇടുന്ന പൈസയിൽ നിന്ന് ചിലപ്പോൾ എടുക്കുമ്പോൾ കുറഞ്ഞിരിക്കും. അപ്പോൾ അവിടെ ഒരു സൊല്യൂഷനായിട്ടാണ് ഒരു ഫിക്സഡ് ടെന്യൂർ ഫണ്ടുകളുണ്ടാവും. ഈ RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്ന സമയത്ത് FD ഇടുന്നതിനേക്കാൾ നല്ലത് ഡെറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെന്നൊരു പറയാറുണ്ട്. അതെ, അത് ഇതുകൊണ്ടാണ്. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് താഴോട്ട് വരുമ്പോൾ നമുക്കത് പ്രീമിയത്തിൽ കൊടുത്ത് പ്രോഫിറ്റ് എടുക്കാം. പക്ഷെ അത് ലോങ് ഡ്യൂറേഷൻ ഫണ്ടുകളിലാണ്. ഇത് തന്നെ ഷോർട്ട് ഡ്യൂറേഷനിൽ അത് ഉണ്ടാവില്ല. ലോങ് ഡ്യൂറേഷനിൽ പോസിബിൾ ആണ്. ഇമ്പാക്റ്റ് എത്ര ഡ്യൂറേഷൻ ഉണ്ടോ ഇൻറ്റു നമ്പർ ഓഫ് ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്സ്. സോ 10 ഇയേഴ്സിൻ്റെ ഒരു ഡ്യൂറേഷനുള്ള പേപ്പറിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ 0.5% ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 5% വ്യത്യാസം നിങ്ങൾക്ക് നെറ്റ് എഫക്റ്റിൽ കിട്ടും.